നമ്മൾ കുട്ടികൾ ഒരു വെളിയിൽ കളിക്കുകയാണ്, അപ്പോൾ ഒരു സ്ട്രേഞ്ചർ വന്ന് അവരോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ല അയ്യോ സംസാരിക്കല്, നമുക്ക് അറിഞ്ഞൂടാ ആരാണ്, എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ഈ കുട്ടികൾ ഇന്റർനെറ്റിൽ റൂമിൽ ആത്തിരുന്ന് ഈ ഇന്റർനെറ്റിൽ എത്രയോ സ്ട്രേഞ്ചേഴ്സിലൂടെയാണ് സംസാരിക്കുന്നത്. ആലോചിച്ച് നോക്ക്, അതിന്റെ ഒരു ഡേഞ്ചർ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി വെരി സീരിയസ്. ഒരു 13 വയസ്സുകാരന്റെ വന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു ഷോക്കിംഗ് ഒരു സീനിലൂടെയാണ് ഈ പടം തുടങ്ങുന്നത്. അപ്പോൾ ഈ 13 വയസ്സുകാരൻ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊല ചെയ്തു. പക്ഷെ അപ്പോൾ ഒരു 13 വയസ്സുകാരൻ അങ്ങനെ കൊല ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ശരിക്കും നടക്കുന്നുണ്ട്. കാരണം ബ്രിട്ടനിലെയും ഇംഗ്ലണ്ടിലെയും കണക്ക് നോക്കുമ്പോൾ 10നും 17നും ഇടയ്ക്കുള്ള കുട്ടികളാണ് 20% കേസുകളിലും പെടുന്നത്. അതായത് ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദികൾ 20%, 5-1 പേര് 10നും 17നും ഇടയ്ക്കുള്ള കുട്ടികളാണ്. നമസ്കാരം, പ്ലാനറ്റ് സെർച്ച് വിത്ത് എംഎസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ചർച്ച സംഘടിപ്പിക്കുകയാണ്. അഡോളസൻസ് എന്ന പേരുള്ള യൂട്യൂബിൽ മാത്രമല്ല ഈ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട 4 പാർട്ടുള്ള ഒരു സീരീസ് ഉണ്ട്, അഡോളസൻസ്. ഈ അഡോളസൻസ് ലോകത്തെ തന്നെ കീഴടക്കിയ ഒരു പടമാണ്. 125 മില്യൺ, അതായത് 12.5 കോടി ജനങ്ങൾ കണ്ട പടം, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ്. അപ്പോൾ ആ റെക്കോർഡ് ഭേദിച്ച ആ പടം. പക്ഷെ ഇതിന്റെ വിഷയം അതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് എന്നോടൊപ്പം ഉള്ള ആളുകളെ പരിചയപ്പെടുത്താം. എന്നോടൊപ്പം ഉള്ളത് ഒരു ദമ്പതിമാരാണ്. ആദ്യം സലീന സദാശിവൻ. സലീന സദാശിവനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, വളരെ നന്ദി എന്നെ ക്ഷണിച്ചതിന്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്. with Planet Search with MS. It's a wonderful idea, so thank you. അടുത്തത് സുഭാഷ് സദാശിവൻ. അപ്പോൾ സുഭാഷ് സദാശിവനെ കുറിച്ച് ഞാൻ യഥാർത്ഥത്തിൽ സലീനയെ കുറിച്ച് അല്പം കൂടി പറയണമായിരുന്നു, അത് പറയാം. അതോടൊപ്പം സുഭാഷിനെ കുറിച്ച് ഇപ്പോൾ അടുത്ത് സംസാരിക്കാൻ പോകുന്ന സുഭാഷിനെ കുറിച്ചുള്ളത് പറഞ്ഞിട്ട് സലീനയിലേക്ക് വരാം. സുഭാഷ് സദാശിവൻ സിനിമ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളാണ്. വളരെ സീരിയസ് ആയിട്ട് അതിനെ പഠിക്കുകയും അതൊക്കെ ജോണർ തിരിച്ച് പഠിക്കുകയും അത് വിശകലനം ചെയ്യുകയും. അപ്പോൾ എനിക്കാണെങ്കിൽ സിനിമയെക്കുറിച്ച് ലണ്ടനിലും മലയാളികളുടെ ഇടയിൽ സംസാരിക്കാൻ ഏറ്റവും ഫ്രീ ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ആ ഒരു ലെവലിൽ സംസാരിക്കാൻ കഴിയുന്ന ആൾ കൂടിയാണ് സുഭാഷ് സദാശിവൻ. അപ്പോൾ സുഭാഷ് സദാശിവനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സുരേഷ്. ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ചതിൽ അങ്ങേ അറ്റം നന്ദി. പിന്നെ എൻ്റെ കൂടെ സലീനയും കൂടെ ഉണ്ട്. അപ്പോൾ അതും ഒരു ഉപയോഗകരമായിട്ട് എനിക്ക് തോന്നി. ഈ പ്രോഗ്രാമിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ക്ഷണിച്ചതിൽ അങ്ങേയറ്റം നന്ദി. താങ്ക് യു. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. സലീന സാമൂഹ്യ പ്രവർത്തകരാണ്, രണ്ടുപേരും സാമൂഹ്യ പ്രവർത്തകരാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ കൂടുതൽ പോകേണ്ടി വരും. അപ്പോൾ അതിൽ കൂടുതലും ആദ്യമായിട്ട് സലീനയുടെ സംഗതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നാടകങ്ങൾ എഴുതുകയും നാടകങ്ങൾ സംവിധായികയും ചെയ്ത് ഇവിടെ അവതരിപ്പിക്കുകയും വിജയകരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. പിന്നെ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല നിലയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റാൻഡേർഡിൽ ഡയറക്റ്റ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുനി നാരായണ പ്രസാദിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ്. പക്ഷെ ഒരു ഡോക്യുമെന്ററി എന്നതിനേക്കാൾ ഉപരി അതിനപ്പുറത്തൊരു ബ്യൂട്ടി ഉള്ള ഒരു പടമാണത്. അപ്പോൾ അതാണ് സലീനയുടെ ബാക്ക്ഗ്രൗണ്ട്, പ്രത്യേകിച്ച് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. അഡോളസൻസ് എന്ന നെറ്റ്ഫ്ലിക്സിലെ ലോകമെമ്പാടും 12.5 കോടി ജനങ്ങൾ കണ്ട പടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ലോകമെമ്പാടും, ഇന്ത്യയിലൊക്കെ ശരിക്കും ചർച്ച നടന്നു. ബ്രിട്ടനിലാണെങ്കിൽ ബ്രിട്ടനിലെ സ്വാധീനം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി പോലും ഈ ഇതിലെ ആക്ടേഴ്സിനെയും സംവിധായകരെയും എല്ലാം ഡൗണിംഗ് സ്ട്രീറ്റിൽ പ്രധാനമന്ത്രിയുടെ 10 ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് ചർച്ച നടത്തുകയും ഈ പടം
ഉയർത്തുന്ന പ്രശ്നം. അപ്പൊ അത് ഒരു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇന്റർനെറ്റ്, മൊബൈൽ സ്കൂൾ കുട്ടികൾ, സ്കൂൾ പ്രായത്തിലുള്ള കൗമാരപ്രായക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ പടത്തിന്റെ ഒരു തീം. അപ്പൊ അത് പറയുന്നത് ഒരു ശരിക്കും ഒരു കൊലപാതകത്തിലൂടെയാണ്. അപ്പൊ കൊലപാതകം എന്തുകൊണ്ട് വരുന്ന വെച്ചാൽ അതിന് ഉത്തരവുണ്ട്. അപ്പോൾ ഒരു 13 വയസ്സുകാരന്റെ വന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു ഷോക്കിംഗ് ഒരു സീനിലൂടെയാണ് ഈ പടം തുടങ്ങുന്നത്. അപ്പോൾ ഈ 13 വയസ്സുകാരൻ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊല ചെയ്യുന്നു. പക്ഷെ അപ്പോൾ ഒരു 13 വയസ്സുകാരൻ അങ്ങനെ കൊല ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ശരിക്കും നടക്കുന്നുണ്ട്. കാരണം ബ്രിട്ടനിലെയും ഇംഗ്ലണ്ടിലെയും കണക്ക് നോക്കുമ്പോൾ 10നും 17നും ഇടയ്ക്കുള്ള കുട്ടികളാണ് 20% കേസുകളിലും പെടുന്നത്. അതായത് ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദികൾ 20%, 5-1 പേര് 10നും 17നും ഇടയ്ക്കുള്ള കുട്ടികളാണ്. അപ്പോൾ അത് വച്ചിട്ടാണ് ഇതുപോലെ ഒരു കഥ എഴുതാനും ഈ പടം എടുക്കാനും സംവിധായകൻ തീരുമാനിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നടന്ന സംഭവമല്ല, പക്ഷെ യഥാർത്ഥത്തിൽ നടന്ന സംഭവം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പടത്തെ പറ്റി നമ്മളിവിടെ സംസാരിക്കണം. ഇപ്പോ സുഭാഷുമായിട്ടൊക്കെ സലീനയുമായിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു കോർട്ടിന്റെ വിധി വന്നു. ബർമിംഗ്ഹാമില് ഒരു 80 വയസ്സിന് മുകളിലുള്ള ഒരു വൃദ്ധന്, അത് ഇന്ത്യക്കാരനായിരുന്നു, അയാളെ കൊല ചെയ്തത് ഒരു 17 വയസ്സുകാരനാണ് കൊല ചെയ്യുന്നത്. ആ 17 വയസ്സുകാരൻ അയാളെ തള്ളിയിട്ടിട്ട് മറിച്ചിട്ടിട്ട് തട്ടി കാലുകൊണ്ട് തട്ടിയാണ് ഇയാളെ കൊല ചെയ്യുന്നത്. ആ സമയത്ത് ഈ പെൺകുട്ടി 13 വയസ്സുകാരിയാണ്. ആ പെൺകുട്ടി ഈ പടം ആസ്വദിച്ച് നിന്ന് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. പക്ഷെ അവർക്ക് കൊടുത്ത ശിക്ഷയെ കുറിച്ചൊക്കെ ശരിക്കും വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. അത് മറ്റൊരു കാര്യം. പക്ഷെ ഈ പ്രായം കുറഞ്ഞ കുട്ടികൾ എങ്ങനെ ഈ ഇത്തരം പ്രശ്നങ്ങളിലേക്ക്, ഇത്തരം ഈ കൊലപാതകങ്ങളിലേക്കും മറ്റും ഇടപെടുന്നു എന്നതാണ്. ഇപ്പൊ ഒരു കുട്ടി അവന്റെ മുറിക്കകത്തിരുന്ന് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ ഒക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഉപയോഗിച്ച് അവന്റെ ലോകത്ത് പോകുന്ന, അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മളിത് ഇവരെവിടെ എത്തിയാണ് നിൽക്കുന്നത്, എല്ലാം കറക്റ്റ് തന്നെ, ഇവരെല്ലാം ഈ ഒരു ചുറ്റളവിനകത്ത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനകത്താണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല. എല്ലാ കുട്ടികളുടെ കാര്യമല്ല, അങ്ങനെയല്ല നടക്കുന്നതെന്നാണ് ഈ പടത്തിലൂടെ കൊണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നം. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ആദ്യം സലീനയോട് ചോദിക്കാം. സലീന യഥാർത്ഥത്തിൽ മലയാളം നാട്ടിൽ ജനിച്ച ആളല്ല, വിദേശത്ത് ജനിച്ച ആളാണ്. അത് കഴിഞ്ഞ് 6 വയസ്സിലേക്ക് ലണ്ടനിലെത്തുന്നു. അപ്പോ ലണ്ടനിലും തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഭാഷയാണ്. അപ്പോ അതിൻ്റെതായ ഒരു ലാംഗ്വേജിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കുക, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോ സലീന സദാശിവൻ. ഈ TV സീരിയല് ഡയറക്റ്റ് ചെയ്തത് ഫിലിപ്പ് ആന്റീനിയാണ്. അപ്പൊ ഈ ഡയറക്ഷൻ വളരെ ഒരു അത്ഭുതമാണ് ആക്ച്വലി. ഫുൾ ടേക്ക് ആണ്, പക്ഷെ അത് പിന്നെ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇൻട്രസ്റ്റ് ദ വേ ദ ഡയറക്ടർ ആക്ച്വലി പിക്സ് അപ്പ് ഓരോ ഇഷ്യൂകളാണ്, ഓരോ വിഷയങ്ങളാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ്. അതെങ്ങനെയാണ് ഒരു ഡ്രാമ സ്റ്റൈലും ഒരു ഫിലിം സ്റ്റൈലും ഉപയോഗിച്ച്, ഒരു ഡോക്യുമെന്ററി സ്റ്റൈലും അതിൽ ആക്ച്വലി ഉണ്ട്. പക്ഷെ എല്ലാം അത് ഉപയോഗിച്ച്, എല്ലാ ടെക്നിക്സും ഉപയോഗിച്ച് ഒരു എന്റർടൈനിങ് ഒരു ത്രില്ലർ ഡ്രാമ നമുക്ക് പ്രസന്റ് ചെയ്യണം. അപ്പൊ അതിലെ ഇഷ്യൂസ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് സീരിയസ് ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് കുട്ടികൾക്ക് ബാധിക്കുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഇൻസെൽഫ് ഫിനോമിന ഒരു സബ്ജക്ട് മാറ്റർ റേസ് ചെയ്യുന്നുണ്ട്. ഇൻസെൽഫ് ഫിനോമിന എന്നൊക്കെ വെച്ചാൽ നമ്മൾ ഒരു പുരുഷൻ, ഒരു പ്രായം വരുന്ന പുരുഷന്മാർക്ക് ആക്ച്വലി ഇതേ ബ്രെയിൻ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഫുള്ളി അഡൾട്ട്സ് ആയില്ല. ഈ അഡോളസൻസ് പ്രായം എന്ന് വെച്ചാൽ ദ നോട്ട് ഫുള്ളി അഡൾട്ട്സ്, ദ യങ് ചിൽഡ്രൻ. അപ്പോൾ ഒരു കമ്പാഷനറ്റ് നേച്ചർ വെച്ചാണ് ഈ ഡയറക്ടർ ഈ TV സീരീസ് ഉണ്ടാക്കിയത്. ഈ ഇഷ്യൂ ഇൻസെൽഫ് ഫിനോമിന നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടി, ഡെവലപ്പ് ചെയ്യുന്ന ഒരു കുട്ടി എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സ്ത്രീകളോട്. അപ്പൊ സ്കൂളില് ഒരു സ്ത്രീ കുട്ടിക്ക് ഒരു ആമ്പിള്ളൊരു വീഡിയോ എടുക്കും, കൺസെന്റ് ഇല്ലാതെ വീഡിയോ എടുക്കും.
അപ്പോൾ ആ വീഡിയോ അവരെല്ലാവർക്കും അയക്കും, സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും അയക്കും. അപ്പോൾ ഈ ജെയ്മിക്കും അയക്കും. ജെയ്മി ഏത് പിക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി ഹി ഫീൽസ് കമ്പാഷൻ ഫോർ ദ ഗേൾ as well. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ചിന്തയും കൂടെ കൊണ്ട് ഹി സ്റ്റാർട്ട്സ് എ റിലേഷൻഷിപ്പ് ഓൺ ദി ഇന്റർനെറ്റ്. പക്ഷെ തിരിച്ചു കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് ദേഷ്യമായിരിക്കാം, ഇൻട്രസ്റ്റ് ഇല്ലാത്തതായിരിക്കാം, ഏത് കാര്യം വെച്ചാലും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഒരു ബുള്ളിങ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് സൈബർ ബുള്ളിങ് എന്ന് പറയാം. സൈബർ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഈ പയ്യൻ്റെയൊക്കെ കോൺവെർസേഷൻ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ ഈ റിജക്ഷൻ ഈ എടുക്കുന്ന എങ്ങനെയാണ്, ഈ ആൺകുട്ടികൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഈ ഒരു പെണ്ണ് നോ എന്ന് പറയാൻ റിജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ആ റിജക്ഷൻ എടുക്കാനുള്ള ഇമോഷണൽ ശക്തി വേണം. പക്ഷെ ഇമോഷണലായിട്ട് എടുക്കാനുള്ള, സംസാരിച്ച് അത് മനസ്സിലാക്കാനുള്ള രീതി അല്ലാതെ ഉള്ളിൽ വെച്ചാൽ അത് ദേഷ്യമായിട്ട് ചിലപ്പോൾ മാറും. അപ്പൊ എനിക്ക് തോന്നുന്നു അതും കൂടെയൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ ഒരു കുട്ടിക്ക് സംസാരിക്കാൻ ഇല്ലാത്ത സ്റ്റേജിലാകുമ്പോൾ ദേഷ്യം കൂടി ആ ദേഷ്യം മാനിഫെസ്റ്റ് എങ്ങനെയാണ് വെളിയിൽ വരുന്നത്, അതൊക്കെ ഈ ഡ്രാമയിൽ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് വൺ. പിന്നെ മനസ്ഫിയറും വേറെ സബ്ജക്റ്റ് ഉണ്ട്. സോ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ഫിനോമിനയാണ്. ജസ്റ്റ് വൺ മോർ ഐഡിയ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികൾ ഒരു വെളിയിൽ കളിക്കുകയാണ്. അപ്പോൾ ഒരു സ്ട്രേഞ്ചർ വന്ന് അവരോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ല, അയ്യോ സംസാരിക്കല്, നമുക്ക് അറിഞ്ഞൂടാരാണ്, എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ഈ കുട്ടികൾ ഇന്റർനെറ്റിൽ റൂമിൽ ആത്തിരുന്ന് ഈ ഇന്റർനെറ്റിൽ എത്രയോ സ്ട്രേഞ്ചേഴ്സിലൂടെയാണ് സംസാരിക്കുന്നത്. ആലോചിച്ച് നോക്ക്, അതിന്റെ ഒരു ഡേഞ്ചർ. ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ സംസാര വിഷയമായ ചിത്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അടുത്തത് സുഭാഷ് സദാശിവനെ ക്ഷണിക്കാം. നമസ്കാരം. അപ്പം ഈ പ്രോഗ്രാം ഞാൻ കണ്ടത് സത്യത്തിൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത സമയത്താണ്, പ്രീമിയർ ചെയ്ത സമയത്താണ് ഞാൻ കണ്ടത്. അത് 13-ാം തീയതി എനിക്ക് തോന്നുന്നു, 13-ാം തീയതി മാർച്ച് 2025 അത് കാണിച്ചത്. അത് സത്യം പറയണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ടൊരു എപ്പിസോഡ് കണ്ട് അതിനുശേഷം പിന്നെ അത് നിർത്തണമെന്ന് തോന്നിയില്ല. ഒരു 10 മണിക്കാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്. വെളുപ്പാങ്കാലമൊക്കെ ആയപ്പോഴാണ് അത് കണ്ടു തീർത്ത് അതിന്റെ ഡിസ്കഷനൊക്കെ മാറ്റിയത്. അതുകൊണ്ട് അത്ര റിവറ്റിംഗ് ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സുരേഷും സലീനയും അതിന്റെ കുറച്ച് എന്തോന്ന് പറഞ്ഞ ഒരു ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും അതിന്റെ ഒരു എന്തോന്ന് പറയുന്നത് അതിന്റെ ഒരു ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ മാറ്റേഴ്സും സലീന ഓവറോൾ ആയിട്ട് കവർ ചെയ്തു. അപ്പം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം എനിക്ക് പ്രധാനമായിട്ട് എന്നെ ശ്രദ്ധപ്പെടുത്തിയത് അതിന്റെ സിനിമോട്ടോഗ്രഫിയാണ്. മാത്യു ലൂയിസ് ആണ് അതിന്റെ സിനിമോട്ടോഗ്രാഫർ. അപ്പൊ അദ്ദേഹവും ഈ സ്റ്റീവൻ ഗ്രാഹം ഹു ഇസ് ദ ക്രിയേറ്റർ ആൻഡ് ദി ആക്ടർ, അവർ രണ്ടുപേരും നേരത്തെ ഒരു സീരീസ് ഇതിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒറ്റ ടേക്കിലാണ് പറയുന്നത് ഇത് ഓരോ എപ്പിസോഡും ചെയ്തിട്ടുള്ളത്. അതൊരു ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെന്റ് ആണ്. സത്യം പറയണമെങ്കിൽ അത് പ്ലാനിങ്ങിലാണ് അതിരിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ ടൈപ്പ് അത് എടുക്കാം. പക്ഷെ അത് ഇത്രമാത്രം രീതിയിൽ ഓരോ ഫ്രെയിമിങ്ങും കോമ്പോസിഷനും അതിന്റെ അകത്ത് ഉൾക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അത് വളരെ ഒരു അപൂർവമാണ്. അപ്പൊ അത്ര ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതാണ് എനിക്ക് കാര്യമായിട്ട് മനസ്സിലായത്. കാരണം വെച്ചാൽ ഫിലിംസ് ഒക്കെ ഞാൻ വാച്ച് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും ഒരു ഡയറക്ടർ എങ്ങനെയാണ് അത് കണ്ടിട്ടുള്ളതെന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാനും സുരേഷും സലീനുമായിട്ടൊക്കെ എപ്പോഴും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെന്റ് ആണ്. ഇത് ആക്ച്വലി എ മാസ്റ്റർ ക്ലാസ് ഇൻ സിനിമാറ്റോഗ്രാഫി എന്ന് എനിക്ക് പറയാം. കാരണം വെച്ചാൽ അത്ര യുണീക്കിലാണ് പറയുന്നത്. ആ ഫ്രണ്ട് ഷോട്ട് തന്നെ എടുത്തിട്ട് അതിന്റെ ബാക്കിൽ തന്നെ വേറൊരു ക്യാമറമാന്റെ കയ്യിൽ കൊടുത്ത് അത് ഡ്രോൺ വഴി അത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും ആ എമോഷൻസും അത് ചെയ്യണമെങ്കിലും ആ നിമിഷം തന്നെ ആ ആക്ടിങ്ങും അതേപോലെ ആയിരിക്കണം. ആ 3rd എപ്പിസോഡിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ രണ്ടുപേരും കൂടെ ഉള്ളത് ഫ്രണ്ടും ബാക്കും പോയിന്റ് ഓഫ് വ്യൂവും പറയുന്ന ആളും ആ കേൾക്കുന്ന ആളും ആയിട്ടുള്ള ആ ഡിസ്കഷൻ തന്നെ അതൊരു ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെന്റ് എന്ന് എനിക്ക് തോന്നി കമ്പയർഡ് ടു ഓവറോൾ സിനിമ ഗ്ലോബലി.
അപ്പൊ ഇതൊക്കെ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇത് ഒരു വലിയൊരു ഡിസ്കഷനായിട്ട് മാറ്റാം. പല പല സബ്ജക്ട്സും നേരത്തെ പറഞ്ഞത്, സുരേഷ് പറഞ്ഞതുപോലെ, സലീന പറഞ്ഞതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഔട്ട്സ്റ്റാൻഡിങ് സിനിമാറ്റോഗ്രഫിയും അതിന്റെ ടെക്നോളജിയുമാണ് എന്നെ ആകർഷിച്ചത്. ഈ സാധാരണ ഇങ്ങനെയുള്ള ഒരു പടം റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഒരു കൊലപാതകമാണ് ഇതിന്റെ മെയിൻ ആദ്യത്തെ കഥാതന്തു എന്ന് പറയുന്നത്. അപ്പോൾ കൊലപാതകത്തിൽ സാധാരണ ഈ വിക്ടിം അതിൽ കൊല്ലപ്പെട്ട ആളുടെ പക്ഷത്ത് നിന്നാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് കൊന്ന ആളുടെ പക്ഷത്ത് നിന്നാണ് കഥ പറയുന്നത്. പക്ഷെ കൊന്ന ആളുടെ പക്ഷത്ത് നിന്ന് കൊന്ന ആളിനെ ജസ്റ്റിഫൈ ചെയ്യല്ല, അയാളെ ന്യായീകരിക്കാൻ നോക്കുകയല്ല, പക്ഷെ അവിടെ പക്ഷത്ത് നിന്നിട്ടാണ് കഥ പറയുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതൊരു വ്യത്യാസം. ബാക്കി പല കാര്യങ്ങളും ഉണ്ട്, നമുക്ക് പറഞ്ഞ് സംസാരിക്കാം. അത് ഞാൻ മനസ്സിലാക്കിയത്, കാരണം ഈ പറയുന്ന നേരത്തെ സലീന പറഞ്ഞിട്ടുള്ള ഡീപ്ലി ആയിട്ടുള്ള ഇഷ്യൂസ് ഈ സൈഡിലാണല്ലോ വരുന്നത്. കാരണം വെച്ചാൽ പാരന്റ്സ് ആർ ഗോയിങ് ത്രൂ ആ ഒരു ഡിഫിക്കൽട്ടി ഒരു ടീനേജറിനെ മനസ്സിലാക്കണം, ഇതുണ്ടാവും. അപ്പൊ ഈ സൈഡിലാണല്ലോ അതിന്റെ പ്രാധാന്യം. അപ്പൊ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റേ സൈഡ് കാണിക്കാതിരുന്നതും. കാരണം വെച്ചാൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ഡിഫ്ലക്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോറി വിൽ ഗോ ഇൻ എ ഡിഫറെന്റ് ഡയറക്ഷൻ. അതിന്റെ അറ്റൻഷൻ ഫോക്കസും പോകും. അപ്പൊ ഇതൊരു എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആവുമ്പോ അതിലൂടെ സബ്ജക്ട് മാറ്റർ എടുക്കാൻ നമ്മൾ സിമ്പതി അങ്ങോട്ട് പോകും, ഫോക്കസ് അങ്ങോട്ട് പോകും എന്നാണ് എനിക്ക്. സുരേഷിന്റെ അഭിപ്രായം എന്താ? അല്ല, എനിക്ക് കാരണം ആ പടത്തെ പറ്റി വളരെ ബ്രില്യന്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണ്. നേരത്തെ പറഞ്ഞ ഒരു ഒറ്റ ടേക്ക്, ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ ക്ലെയിം ചെയ്യുന്ന നമുക്ക് കണ്ടാലും ഏകദേശം അതാണെന്ന് തോന്നുന്നു. കാരണം 1 മണിക്കൂർ കംപ്ലീറ്റ് ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് നടക്കുന്നത്. ഒരു 3ാമത്തെ എപ്പിസോഡ് 2ാമത്തെ എപ്പിസോഡ് ആ സ്കൂൾ ഗ്രൗണ്ട് കാണിക്കുന്നത്. ആ സമയത്ത് അത് ക്യാമറ സ്കൂളിന്റെ അകത്ത്, സ്കൂളിന്റെ കോമ്പൗണ്ട് ഉണ്ട്, സ്കൂളിന്റെ കോമ്പൗണ്ട് ക്ലാസ്സിനകത്ത് കയറുന്നു, ക്ലാസ്സിനകത്ത് വീണ്ടും കോമ്പൗണ്ടിലേക്ക് പോകുന്നു, പിന്നെ അവർ ബെല്ലടിക്കുമ്പോഴത്തേക്ക് വീണ്ടും ക്ലാസ്സിനകത്ത് കയറുന്നു, വീണ്ടും പുറത്തിറങ്ങുന്നു. ഇതെല്ലാം ക്യാമറ നോൺ സ്റ്റോപ്പ് ആയിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അതൊന്നും പോരാഞ്ഞിട്ട് ക്യാമറ ഈ മറ്റേ ഡ്രോൺ വെച്ചിട്ട് അപ്പുറത്ത് ഈ പെൺകുട്ടി കൊല ചെയ്തിട്ട ഭാഗത്തേക്ക് ഡ്രോണിൽ പോവുകയാണ്. അങ്ങനെ ഒരു അത്ഭുതം, വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ ആ പടത്തോടൊന്ന് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് പിടിച്ചു കൊണ്ടുപോയി ഈ ആക്ഷനെ നടക്കുന്ന സംഭവങ്ങളോട് നമ്മളെ ക്ലോസ് ആയിട്ട് കൊണ്ടുപോയി നമ്മുടെ ഒരു പ്രശ്നമായിട്ട് മാറ്റാൻ അതിന് കഴിയുന്നുണ്ട്. അത് തന്നെയാണ് സുഭാഷ് നേരത്തെ പറഞ്ഞത്. ഈ ഒരു നമ്മൾ ഓൺ ചെയ്ത നമ്മുടെ അനുഭവം അതായിരുന്നു. നമ്മൾ രണ്ടും കൂടി ഇരുന്നിട്ട്, ഇപ്പൊ ജയശ്രീകാരൻ ആ പടം കണ്ട് പെട്ടെന്ന് പടം കണ്ട് തീർന്നിട്ട് എണീറ്റ് പോകണമെന്ന് 4 മണിക്കൂർ കണ്ടിട്ട് എണീക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റൂ. പിന്നെ വേറെന്നുള്ളത് ഈ ഒരു ടെക്നിക്ക് ആണെന്ന് എനിക്ക് സംശയമാണ്. എന്നാലും നമ്മള് ആ എൻവയറമെന്റിൽ നിൽക്കുന്നത് നമുക്ക് തോന്നും. തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ വലിയൊരു എഫക്ട്. ഒരു തിയേറ്റർ എഫക്ട് ഉണ്ട്, ഫിലിം എഫക്ട് അല്ല. സത്യത്തിൽ ഒരു തിയേറ്ററിൽ നമ്മൾ കാണുന്ന ഒരു ട്രെയിൻ, ഇങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത്, ട്രെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതിലങ്ങ് കയറുകയാണ് ചെയ്യുന്നത്, അതിൽ പിന്നെ സ്റ്റോപ്പില്ല. ആ രീതിയിൽ അങ്ങ് പോവുകയാണ്. അപ്പൊ ഒരു തിയേറ്ററിക്കൽ എഫക്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ തന്നെ മറ്റേ വൺ സ്റ്റോപ്പിന്റെ മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പൊ ആരെങ്കിലും ഒരു തെറ്റ് പറ്റിയാല്, നടിമാര് തെറ്റ് പറ്റിയാല് അത് ആദ്യം മുതൽ എടുക്കണം. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതില് ആ സ്കൂളില് ചേസിങ്ങിന്റെ സമയത്ത് പയ്യന്റെ പേര് വിളിക്കാൻ മാറി പോകുന്നുണ്ട്. അപ്പൊ അത് പിന്നെ അവിടെ വെച്ചവർ തിരിച്ചു അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഓവൻ കൂപ്പർ ഈ 13 വയസ്സായ ആക്ടർ ആദ്യത്തെ ആക്ടിംഗ് ആണ്, ഡെബ്യൂട്ട് ആക്ടിംഗ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ടെൻഷൻ ആലോചിച്ച് നോക്കുക. അതും എന്തൊരു അബിലിറ്റി ഉണ്ടോളാണ് ആ 3rd എപ്പിസോഡിൽ ഒരു ടേക്കും ഇല്ലാതെ 2 സൈഡിൽ നിന്നും പിടിച്ചത്. അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. തെറ്റിച്ചതും അയാളല്ല, വേറെ ആക്ടർക്കാണ് തെറ്റിച്ചത്. ഈ പേര് വിളിച്ച് മാറ്റി വിളിക്കുന്നത്. അത് ശരി. പേര് വിളിച്ച് തെറ്റിപ്പോണോ വേറെ ആക്ടറാണ്, സീനിയർ ആക്ടറിനാണ് പറ്റുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ. തെറ്റിച്ചിട്ടാണ് അവസാനം 14ാമത്തെ ടേക്കിലാണ് അത് ശരിയാവുന്നത്. 14 അവര് രണ്ടാമത് എടുത്തു. 14 പ്രാവശ്യം. 14ാമത്തെ പ്രാവശ്യം ആദ്യം മുതലേ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അതാണ് ഉപയോഗിക്കുന്നത്.
അപ്പൊ അങ്ങനത്തെ ഒരു വലിയ അത് ഈ ഇടയ്ക്കൊന്നും ഞാൻ ഇതിനെപ്പറ്റി എന്റെ അനുഭവത്തിൽ ഞാൻ ഈ ഇടയ്ക്കൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. ഒരു സീരിയൽ ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ ടേക്കിൽ എടുക്കാൻ സുഭാഷിന് അറിയാമോ? അങ്ങനെ ഒരു റഷ്യൻ സത്യത്തിൽ സുരേഷ് അത് പോയിന്റ് ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഒരു റഷ്യൻ എനിക്ക് തോന്നുന്ന ഒരു ഓപ്പറാറ്റിക് ഒരു ഫിലിമാണ്, പേര് ഞാൻ മറന്നുപോയി. ഒരു 10-15 വർഷത്തിന് മുമ്പേ കണ്ടത്. അത് എനിക്ക് തോന്നുന്നു 3 മണിക്കൂറാണെന്ന് തോന്നുന്നത്. ഒറ്റ ടേക്കിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിൽ ഇതേപോലത്തെ ടെൻഷൻ ഇല്ല, ഇതൊരു ത്രില്ലറല്ല. ഇപ്പൊ ഓരോരുത്തരുടെയും ഈ ആക്ടിങ്ങും കൂടെ കാണിക്കണ്ടേ. മറ്റേതിപ്പോ നമുക്ക് 1 ടേക്ക് ആയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഏറിയൽ വഴി നമുക്ക് ചെയ്യാം. ഇത് അങ്ങനെയല്ലല്ലോ. ഇതെല്ലാം എന്തെല്ലാം ക്ലോസപ്സും എന്തെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, 1 ടേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര എഫക്റ്റീവ് ആയിട്ട് ചെയ്തിട്ട് വേറൊരു കാര്യം, സോറി സംസാരിക്കാൻ മുമ്പായിട്ട്, അതിൽ വേറൊരു കാര്യം, എത്രയോ ആ സ്കൂളിലാണെങ്കിൽ ഒരു 10-100 കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ അഭിനയിക്കുകയാണ്. നമുക്ക് തോന്നുമ്പോഴത്തേക്കും യഥാർത്ഥ ഒരു സ്കൂൾ ഗ്രൗണ്ട് ആണെന്ന് തോന്നുമെങ്കിലും അവരെല്ലാം അഭിനയിക്കുകയാണ്. അപ്പൊ അവർക്കും തെറ്റാം. അതൊന്നും തെറ്റാതെ എങ്ങനെ ഇവിടെ എത്തിച്ചു എന്നുള്ളത് ഒരു ഭയങ്കര അതിശയം. അതിൽ പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, അതില് 500 പേര് ഓഡിഷൻ ചെയ്തിട്ടാണല്ലേ ആ ഓവൻ കൂപ്പർ എടുക്കുന്നത്. ആ പയ്യൻ 13 വയസ്സായ ഇതിലെ പയ്യനെ എടുക്കുന്നത് 13 പേര് ഓഡിഷൻ. എല്ലാ കാസ്റ്റിംഗും നല്ലതാണ്. എല്ലാരും ആക്ടിങ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വരുന്ന സ്ത്രീ, ആ സീൻ ഭയങ്കര സീനാണ്. പിന്നെ അച്ഛൻ മറ്റേ പയ്യന്റെ മറ്റേ. പിന്നെ ഒന്ന് പെട്ടെന്ന് ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടിരുമ്പോ മനസ്സിലായത്, ഗിംബിളും മറ്റേ ഡ്രോണും പിന്നെ 2 ക്യാമറമാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താണ് പോകുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ആ ഒരു വാലി ആ ഒരു ഫിലിം ഡോർന്നിങ്ങ് വരെയാണ്. അവിടെ ഒരു ഫെൻസ് പോലെ ഇരിക്കുകയാണ്. അത് ഒരു ക്യാമറമാന് എടുക്കാൻ ഒക്കില്ല, അത് അവിടെ പാസ് ചെയ്യാണ്. ഗിംബിൾ നമ്മൾ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാൻ ഇമ്പോസിബിൾ ഫോർ എ മാൻ ടു കട്ട് ത്രൂ എ സ്റ്റീൽ ബീം. ഇറ്റ്സ് റിയലി അമേസിംഗ് ഫീറ്റ്. അപ്പൊ നമ്മളിതിന്റെ മറ്റേ സൈഡിലൂടെ, കാരണം സമയം കുറവാണല്ലോ, അപ്പോഴിതിലും കാരണം ഇത് അപ്പൊ വിഷയം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെ ഇന്റർനെറ്റിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് കുട്ടികളിൽ. അപ്പോഴും അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോ സന്തോഷകരമായിട്ടൊക്കെ സംസാരിക്കുന്നെങ്കിൽ ആ വിഷയം അവിടെ നിൽക്കുകയാണ്. അവിടെ ഇതിന് നമ്മളെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ള ഒരു പ്രശ്നം. ഞാൻ യഥാർത്ഥത്തിൽ ഗാർഡിയനിലേക്ക് ആർട്ടിക്കിളൊക്കെ ഇങ്ങനെ വായിച്ചപ്പോഴത്തേക്ക് അവസാനം യഥാർത്ഥത്തിൽ പിന്നെ ഇതൊക്കെ ഒരു ട്രഡീഷണൽ ആ സ്നേഹത്തിന്റെ ഇതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മെയിനായിട്ട് പറ്റത്തുള്ളൂ എന്നാണ് അതിൽ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൽ കുറച്ച് സത്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നതിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആ സ്നേഹത്തിലൂടെ ഉള്ള പെരുമാറ്റത്തിലൂടെ അവരെ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നതിലേ. കാരണം അതിൽ പറ്റത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്താ അമ്മ എന്നുള്ള നിലയ്ക്ക്, അമ്മമ്മ എന്നുള്ള നിലയ്ക്കൊക്കെ ഇതൊരു പുതിയൊരു ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ ഒരു പുതിയൊരു ടെക്നോളജി അല്ലേ. അത് നമ്മളെ ടീനേജേഴ്സ്, നമ്മളെ കുട്ടികളൊക്കെ ഇതില് it's like an addiction actually. ഒരു അഡിക്ഷൻ അഡൾട്ട്സിന്. എനിക്ക് തന്നെ ചില നേരത്ത് ഒരു കാര്യത്തിനായിരിക്കും ഞാൻ ഫോൺ എടുക്കുന്നത്. അതിന് മുമ്പേ എന്തിനെങ്കിലും യൂട്യൂബിൽ നിന്ന് എനിക്ക് അയക്കും, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അത് ഞാൻ കാണും. അങ്ങനെ ഈ ആൽഗോറിതംസ് അവർ അയക്കുകയല്ലേ കണ്ടിന്യൂസ്ലി. അപ്പൊ ഇതൊരു അഡിക്ഷൻ ആണ്. So I think Australia-like I heard that they've stopped more social media connections for under 16-year-olds. But other stop it. I think it's more to do with maybe to do with looking at how society is dealing with ഈ കുട്ടികളെ എങ്ങനെയാണ് ഓരോ ഇമോഷൻസ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ ഇമോഷൻ ഡീൽ ചെയ്യാൻ അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലിയൊക്കെ ആയിരിക്കും, കുട്ടികളായിരിക്കും, അച്ഛനും അമ്മയും സംസാരം. ഇപ്പോൾ ഫാമിലീസ് ആക്ച്വലി സ്ട്രക്ചറലി ഇസ് വെരി ബിസി അല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതെ നമുക്ക് അവരെ ഈ അഡിക്ഷൻ നിർത്താൻ വളരെ പാടാണ്. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഐ തിങ്ക് ആക്ച്വലി. ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കണ്ടത്, ഈ ഡിറ്റക്റ്റീവും അദ്ദേഹത്തിന്റെ മകനും സ്കൂളിൽ വെച്ചുള്ള വലിയൊരു പോയിന്റാണ്. ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതില് ഈ കണക്ഷനായിട്ട് എനിക്ക് തോന്നിയതാണ്. അവിടെ സത്യത്തിൽ എനിക്ക് തോന്നുന്നു അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷനാണ്. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നേരത്തെ ഇല്ലായിരുന്നു. അപ്പൊ അത് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അവർ ഇത്രയും വയസ്സായിട്ടും, ഒരു 14 വയസ്സായിരിക്കും പയ്യന്റെ പ്രായം,
എന്നിട്ടും ഈ ഇമോജീസും അതിന്റെ മീനിങ്ങും ഇതെല്ലാം രണ്ടുപേരും തങ്ങളിൽ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും തോന്നുന്ന അതിന്റെ ഒരു സൊല്യൂഷൻ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അവരുടെ ലെവലിൽ ചിന്തിച്ച് അവരുടെ കൂടെ മനസ്സിലാക്കി ആ പഴയ ഒരു എന്തോന്ന് പറയുന്ന ഒരു ഗെറ്റ് നോ ഇച്ച് അതർ അങ്ങനെയുള്ളൊരു ഒരു സന്ദർഭം വന്നെങ്കിലേ അത് മനസ്സിലാക്കാനോ. അതിന്റെ കൂടെ തന്നെ പറയാനുള്ളതാണ് ആ രണ്ട് പോലീസുകാരാണ്. ഒരു കറുത്ത വംശീയനായ പോലീസുകാരനും ഒരു വെളുത്ത വംശീയായ പോലീസുകാരി. അപ്പൊ വെളുത്ത വംശീയായ പോലീസുകാരൻ മറ്റേ ആളിന്റെ കൂടെ നിൽക്കുന്ന സർജനാണ്, മറ്റേ ആള് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ DS ആണ്. അപ്പോഴത്തേക്കും പുരുഷനാണ് കറുത്ത വംശീയനായ ആളാണ് സീനിയർ. പക്ഷെ അവര് ചോദിക്കുകയാണ് നിനക്ക് മക്കളുണ്ടോ എന്ന്. അപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, അവർക്ക് അത്രയും നാൾ വർക്ക് ചെയ്ത് മക്കളുണ്ടോ, കൂടെ നിൽക്കുന്ന ആളിന് മക്കളുണ്ടോ എന്ന് പോലും ആളിന് അറിയില്ല. ആ ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടുമില്ല. വേൾഡ് ഈസ് ലൈക്ക് ദ ട്രെയിൻ ഈസ് ഗോയിങ്. പിന്നെ ഈ വിഷയത്തിൽ അവർ അത്രയും താല്പര്യം കാണിച്ചിട്ടുള്ളതെന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതൊക്കെ ആയാലും അവരിപ്പോ ഇങ്ങനെ എത്രയോ സമയം ഒരുമിച്ച് ചെലവാക്കുന്നു, അപ്പോഴും ഇന്ന് ഇത് സംസാരിച്ചിട്ടില്ല എന്നുള്ള ഒരു പോയിന്റാണ് അതിൽ കൊണ്ടുവരുന്നത്. പിന്നെ ഒന്നോട് പറയാൻ കോൺഷ്യസ് ഓഫ് ടൈം. പക്ഷെ അച്ഛനും മോനുമായിട്ടുള്ളത് ആ നിമിഷം ആ വീഡിയോ കാണിക്കുന്നതും, എനിക്ക് സ്പോയിലറായിട്ട് വരണ്ട, എന്നാലും ആ ഒരു വീഡിയോ കാണിക്കുമല്ലോ, ഇതാണ് എന്നുള്ളത് കാണിക്കുമ്പോഴും അച്ഛനും മോനുമായിട്ടുള്ള റിയാക്ഷന് ഇറ്റ്സ് ആക്ച്വലി എ വെരി ഇമോഷണൽ വൺ. പക്ഷെ അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഞാൻ ഇതുവരെ കണ്ടത് സ്വപ്നമാണ്, ഇതൊരു നൈറ്റ്മെയർ ആയിട്ടാണ് പുള്ളി കാണുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഡിഡ് യു റിയലി ഡു ദാറ്റ് എന്നുള്ള ആ ഒരു വെരി എഫക്റ്റീവ്. ആക്ച്വലി അത് അവസാനമാണ് അച്ഛൻ ഒരു ടെഡിബെയറിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. ദാറ്റ്സ് വെൻ യു റിയലി see him releasing that emotion. And എനിക്ക് തോന്നുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് ഇത്രയും നാള് എനിക്ക് തോന്നുന്നു ഫാദർ വാസ് അബ്യൂസ്ഡ് ബൈ ഹിസ് ഫാദർ. അപ്പൊ ഫാദർ കുട്ടീനെ അബ്യൂസ് ചെയ്യാതെ, ഫിസിക്കലി അബ്യൂസ് ചെയ്യാതെ ചെയ്യുന്നോണ്ട് ഹീ തോട്ട് ഞാൻ നല്ലൊരു അച്ഛനാണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചത് എന്റെ കുട്ടികൾ അനുഭവിക്കുന്നില്ലേ, അപ്പൊ ഞാൻ അതിനെക്കാട്ടി നല്ലതല്ലേ ചെയ്തത്. പക്ഷെ ഈ ഇമോഷണൽ കണക്ഷൻ വിട്ടുപോയി. ഫിസിക്കൽ അബ്യൂസും ഇമോഷണൽ കണക്ഷൻ ഇല്ലെങ്കിൽ that's a very അപ്പൊ അതിൽ പറയുന്ന അതിനോട് ചേർത്തേണ്ട ഒരു പോയിന്റ് ആണ്, മകൻ ഏതിലെങ്കിലും പരാജയപ്പെടുമ്പോഴത്തേക്ക് അച്ഛൻ മുഖം തിരിച്ചു കളയാണ്, ഈ ലുക്ക് അവേ. കാരണം അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ അച്ഛനില്ല. അത് മറ്റൊരു പോയിന്റ്. അമ്മയ്ക്കും അവസാനത്തെ നിമിഷം ക്യാമറ മുകളിലോട്ട് പോയിട്ട് അവരെ വന്നയക്കുന്ന ആ ഒരു സെക്കൻഡില് സ്റ്റീവൻ ഗ്രേയം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അവരുടെ അബിലിറ്റി ടു ക്യാപ്ചർ ദാറ്റ്. അത് ക്യാമറ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. പക്ഷെ അവരുടെ ഇതൊരു ഷോക്ക് തന്നെയാണ്. കാരണം വെച്ചാൽ അവര് ഇപ്പൊ നമ്മൾ തന്നെ ആദ്യമായിട്ട് കണ്ടത് പുള്ളി ഈസ് ഇന്നസെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത്. ഫോർ ദം ഇറ്റ്സ് എ ഷോക്ക്. കാരണം വെച്ചാൽ ഇത് എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി, നമ്മൾ പാരന്റ്സിന്റെ വ്യൂ പോയിന്റിലൂടെയാണ് നിൽക്കുന്നത്. ഗുഡ് പോയിന്റ്. പിന്നെ വേറൊരു കാര്യം, ഇതിലെ മറ്റൊരു പോയിന്റ് കംപ്ലീറ്റ് മാറിയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, അതിൽ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ സുഹൃത്ത് ഒരു പെൺകുട്ടിയുണ്ട്, കറുത്ത വംശജയായ കുട്ടിയാണ്. ഇന്നത്തെ ബ്രിട്ടന്റെ ഒരു കഥ കൂടെ പറയാണ്. അപ്പൊ ഈ കറുത്ത വംശജയായ കുട്ടി, അപ്പൊ ഇതിലെ കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ ഒരു ഏഷ്യക്കാരിയാണ്. അതില് കാസ്റ്റിംഗ് ഡയറക്ടർ ഏഷ്യക്കാരിയാണ്. ഒരു ഇസ്ലാമിക പേരുള്ള ഒരു ഏഷ്യക്കാരിയാണ്. ഈ 500 പേരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ട് കാസ്റ്റിനെയൊക്കെ എടുത്തത്. അപ്പൊ ഈ കുട്ടി, ഇതില് മരിച്ചുപോയ കുട്ടിയുടെ സുഹൃത്ത്, അവര് പ്ലേ ഗ്രൗണ്ടിൽ നിന്നിട്ട് അവള് പറയാണ് ഇനിയിപ്പോ അവൾ ഒറ്റയ്ക്കായി എന്നാണ് പറയുന്നത്. 100 കണക്കിന് കുട്ടികളുള്ള ഒരു സ്കൂളില് അവക്കിനി വേറെ, നിനക്ക് കുഴപ്പമില്ല, നിനക്ക് വേറെ സുഹൃത്തുക്കൾ വരില്ല, ഞാൻ വേറെ ആരും എനിക്കില്ല എന്നും പറഞ്ഞിട്ട് പോകുന്ന ഒരു സംഗതിയുണ്ട്. എന്നിട്ട് അവള് വയലന്റ് ആവുന്നുണ്ട്. അപ്പം അത് ഇപ്പോഴത്തെ ബ്രിട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചുള്ള ഒരു വലിയ ഇൻഡിക്കേഷൻ, അത് വർണ്ണവിവേചനത്തിന്റെ ഒരു സംഗതി അവിടെയും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടി നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ കണ്ടു അത് പുറത്തു കൊണ്ടുവന്നു അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴേ അതിന് സൊല്യൂഷൻ ഉണ്ടാവും. അത് ചെയ്യുകയാണ് ഈ പടം തന്നെ. Absolutely agree. I can't add any more. I think you. പക്ഷെ അത് ആക്ച്വലി UK മാത്രം നടക്കുന്ന കാര്യമല്ല, അത് ലോകത്ത് നടക്കുന്ന. I think it's a future generational problem ആയിട്ട് വരികയാണത്. എന്ന് വെച്ചാൽ women are going to work, അല്ലെ, the family structure is very different. അപ്പൊ ആ മാറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുട്ടികളെ they turn to the internet, they turn to social media, they turn to this. So
No, I think it's a fantastic series, and yeah, if you haven't, I think people should to watch it. അതല്ലേ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഇവിടുത്തെ സെക്കൻഡറി സ്കൂൾ എല്ലാ സെക്കൻഡറി സ്കൂളിലും കാണിക്കണം. പ്രൈം മിനിസ്റ്ററുടെ 15-17 വയസ്സായ കുട്ടികളുടെ കൂടെ ഇരുന്നാണ് അയാൾ കണ്ടത്. പിന്നെ ഇവരെല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും അവിടെ ക്ഷണിച്ചു വരുത്തി, 10 ഡൗണിംഗ് സ്ട്രീറ്റ് ക്ഷണിച്ചു വരുത്തി. പടമുണ്ട്, നെറ്റ് കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിക്ക് എല്ലാവരും ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മള് ഇപ്പൊ 3 പേരിപ്പോ ഇവർ 2 പേരും ഏതാണ്ട് ഒരു 10-15 മൈൽ അകലെന്ന് വണ്ടി ഓടിച്ച് വന്ന് നമ്മുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമുക്കൊരു സൗഹൃദ കൂട്ടായ്മ കൂടിയാണ് എങ്കിൽ കൂടി തന്നെ അവരതിന് വന്നത് ഇതിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കിയിട്ടും ഇത് ചർച്ച ചെയ്യണം, ഇത് ആളുകൾ കൂടുതൽ കാണണം, ഈ പ്രശ്നങ്ങൾ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എന്തായാലും സുരേഷിന്റെ ഒരു വലിയൊരു എഫേർട്ടും കൂടെയാണ്. ഏതായാലും നിങ്ങൾ ഇതിൽ പങ്കെടുത്തതിലും പ്രത്യേക നന്ദി. താങ്ക് യു സോ മച്ച്. നന്ദി. താങ്ക് യു. You're watching Planet Search with MS.